മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ ഫൂൽ എന്ന 5ാമത്തെ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസറാണ്. കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് പാർട്ട് 2 എക്സാമുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനും ആൻസറുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് പഠിക്കുക. ഒന്നാമത് നമുക്ക് നോക്കാം. हरियाली की छाव में इकाई के आधार पर सही प्रस्ताव चुनकर लिखिए. हरियाली की छाव में എന്ന യൂണിറ്റിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, ഇതിൽ ഒരു 9 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ശരിയെന്ന് നോക്കാം. പ്രകൃതി का साथ देने के लिए हमें साझा कदम उठाना चाहिए. പ്രകൃതി കൂടെ നിൽക്കാൻ നമുക്ക് സംയുക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ശരി തന്നെ. അടുത്ത് നോക്കാം. അത് ശരിയാണ്. അത് എടുത്തെഴുതാം. മനുഷ്യ പ്രകൃതിമേ അപ്പനി ഇച്ഛാക്ക് അനുസാർ ജീ സക്തി. മനുഷ്യൻ പ്രകൃതിയിൽ തൻ്റെ ആഗ്രഹത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. അത് തെറ്റാണ്. അതൊരിക്കലും ശരിയല്ല. പ്ലാസ്റ്റിക് का इस्तेमाल करते समय हमें सावधानी बरतनी चाहिए. പ്ലാസ്റ്റിക് ഇസ്തേമാൽ करते സമയം പ്ലാസ്റ്റിക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാവധാനി ബർത്തനി ചെയ്യ ശ്രദ്ധയോടെ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് ശരി തന്നെയാണ്. അടുത്തത് खूब पेड़ लगाने से पर्यावरण की सारी समस्याएं हल हो जाएगी. खूब पेड़ लगाने से ഒരുപാട് മരം വെച്ച് പിടിപ്പിക്കുന്നത് കൊണ്ട് पर्यावरण की सारी समस्याएं പരിസ്ഥിതിയിലുള്ള സാരി സമസ്യ മുഴുവൻ പ്രശ്നങ്ങൾക്കും ഹൽ ഹോ ജായേഗ പരിഹാരമായേക്കാം. അത് ശരി തന്നെ. അത് ശരിയാണ്. അത് എടുത്തെഴുതുക. ഹമാരെ ഘർ കെ അവശിഷ്ടോം കെ സംസ്കരണം സിർഫ് പ്രശാസൻ കാ ദായിത്വ ഹെ. നമ്മുടെ വീട്ടിലുള്ള അവശിഷ്ടങ്ങളുടെ സംസ്കരണം കേവലം പ്രശാസൻ കാ ദായിത്വ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ തെറ്റാണ്. അതൊരിക്കലും ശരിയല്ല. പ്രകൃതിമേ സഭി ജീവജന്തുക്കോ സഹഭാവ് സെ ജീനാ ചാഹിയെ. പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ വളരെ സ്നേഹത്തോടെ പെരുമാറണം. അത് എന്താണ്? അത് ശരി തന്നെയാണ്. അടുത്തത് പ്രാണിയോക്ക് സ്വസ്ഥ ജീവൻ കെ സ്വച്ഛതാക്ക ബനായ രഖ്നേഹെ. പ്രാണികളുടെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് പവിത്രത ഉണ്ടായിരിക്കണം. അത് ശരി തന്നെയാണ്. പ്രാകൃതിക സംസാധനമൊക്കെ ഇസ്തേമൽ അപ്പനി സുഖ സുവിധാക്ക് അനുസാർ കന്നാഹെ. പ്രാകൃതിക സംസാധനത്തിൻ്റെ ഉപയോഗം നമ്മുടെ സുഖ സൗകര്യങ്ങൾക്കനുസരിച്ചാവണം. അത് തെറ്റാട്ടോ. പ്രകൃതിക്ക് അപ്പനി ഏക്ക് സന്തുലിത വ്യവസ്ഥ ഹെ ജിസെ ബനായ രഖെ. പ്രകൃതിയിൽ സ്വയം ഒരു സന്തുലിത വ്യവസ്ഥയുണ്ട്. അതനുസരിച്ച് ജീവിക്കുക. അത് ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സാം ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ്. അതായത് ക്വസ്റ്റ്യനും ആൻസറും എക്സാമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും ആൻസറുമാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ 1 സൂചന നോക്കാം. നിമ്നലിഖിത് കവിതാംശ പഠിക്കർ ഉസ്കെ നീചെ ദിയെ പ്രശ്നോക്ക് ഉത്തരലിഖെ. താഴെ കൊടുത്ത കവിതാംശം വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക. बाजार में सजा प्लास्टिक के फूल का उद्यान क्या गजब की रंगत है. जैसे बिना मौसम बाहर आ गई हो. न मिट्टी कोड़ने की समस्या, न खाद, न पानी, न चिड़ियों से रखवाली, न मौसम का इंतजार. एक ही भाव से हमेशा देखते रहते हैं ये फूल. ഇതാണ് ഇവിടെ തന്നിട്ടുള്ള വരികൾ. ഇതനുസരിച്ചാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുക്കേണ്ടത്. താഴെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുക്കേണ്ടത്. ബാസാർ മേ സജാ പ്ലാസ്റ്റിക് കെ ഫൂലോം കാ ഉദ്യാൻ. അങ്ങാടിയിൽ അലങ്കരിക്കപ്പെട്ട പ്ലാസ്റ്റിക് പൂക്കളുടെ ഉദ്യാനം. ക്യാ ഗജബ് കി രംഗത് ഹെ. എന്ത് മനോഹരമായ നിറം. ഉസേ അത് കണ്ടാൽ നമുക്ക് തോന്നും ജൈസേ ബിനാ മൗസം ബഹാറാകയെ. കാലമാവാതെ വസന്തം വന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. നമിട്ടി മണ്ണ് ആവശ്യമില്ല അത് വളരാൻ അല്ലെങ്കിൽ അത് ഉണ്ടാവാൻ. നമിട്ടി കൊടിനേക്ക് സമസ്യ മണ്ണ് കിളക്കേണ്ട സമസ്യ പ്രശ്നമില്ല. ന ഖാദ് വളമിടേണ്ടതില്ല. ന പാനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ന ചിടിയോം സിരക്കുവാലി പക്ഷികളിൽ നിന്നും സംരക്ഷണം തേടേണ്ടതില്ല. ന മൗസം കാ ഇന്തസാർ അതായത് കാലം പ്രതീക്ഷിച്ച് നിൽക്കണ്ട. ഏക് ഹി ഭാവുസെ ഒരേ ഭാവത്തിൽ ഹമേഷ എപ്പോഴും ദഹത്യരത്തേഹയെ ഫൂൽ തിളങ്ങി നിൽക്കുന്നു ഈ പൂക്കൾ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൊടുത്ത ക്വസ്റ്റ്യൻ 1 നമ്പർ 1 വസന്ത് ക സമാനാർത്ഥി ശബ്ദ്. വസന്ത് എന്നതിൻ്റെ സമാനാർത്ഥ ശബ്ദം ഗജബ് രംഗത് ബഹാർ. ഇതിൽ ശരി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെ കവിതയിൽ ബഹാർ എന്നാണ് വസന്തത്തിന് സമാനാർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ 2 ജൈസെ ബിന മൗസം ബഹാർ ആകെ ഇസ് पर अपना मत प्रकट करे. കാലമാവാതെ വസന്തം വന്നു എന്നതിൽ താങ്കളുടെ അഭിപ്രായം പ്രകടമാക്കുക.
उत्तर നോക്കാം. वसंत फूलों का मौसम है, वसंत के आने पर सब कहीं फूल दिखाई देते हैं. आज प्लास्टिक का युग है, इसलिए बाजार में प्लास्टिक के फूलों का उद्यान सजा है, ये उचित नहीं है. ഇതാണ് നമ്മൾക്ക് എക്സാമിന് വന്നിട്ടുള്ളത്. വസന്ത് ഫൂലോം കാ മൗസം ഹേ, എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത്. വസന്തകാലം പൂക്കളുടെ കാലഘട്ടമാണ്. വസന്തിക്ക് ആനേപ്പർ, വസന്തം വന്നാൽ സബ് കहीं എല്ലാ സ്ഥലങ്ങളിലും ഫൂൽ ദിക്കായി ദേത്തെ, പൂക്കൾ കാണപ്പെടുന്നു. ആജ് പ്ലാസ്റ്റിക് കാ യുഗ് ഹേ, ഇന്ന് പ്ലാസ്റ്റിക്കിന്റെ യുഗമാണ്. ഇസ്ലിയെ ബാസാർ മേ പ്ലാസ്റ്റിക് കെ ഫൂലോം കാ ഉദ്യാൻ സജാ ഹേ, അതുകൊണ്ട് തന്നെ അങ്ങാടിയിൽ പ്ലാസ്റ്റിക് പൂക്കളുടെ ഉദ്യാനമാണ് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊരിക്കലും ഉചിതമല്ല. കവിതാംശ ആശയിലേക്ക് കവിതാംശിന്റെ ആശയം എഴുതുക. മൂന്നാമത്തത് കവിതയുടെ ആശയം എഴുതാണ്. 4 മാർക്കാണ് ഉണ്ടാവുക. പ്രസ്തുത കവിതാംശ ഫൂൽ കവിതാ ഹേ, ഇസെ കവി ഡോക്ടർ രാംദർശ് മിശ്ര ഹേ. പ്രസ്തുത കവിതാംശ ഫൂൽ എന്ന കവിതയുടേതാണ്. കവിതയുടെ ഭാഗം ഫൂൽ എന്ന കവിതയിൽ നിന്ന് എടുത്തതാണ്. ഇസെ കവി ഡോക്ടർ രാംദർശ് മിശ്ര, ഇതിന്റെ കവി ഡോക്ടർ രാംദർശ് മിശ്രാണ്. കവിനെ ബാസാർ ने प्लास्टिक का उद्यान देखा, वह बहुत ही आकर्षक था. मिट्टी, खाद, पानी, रखवाली, मौसम, इन सब के बिना ही उद्यान बनता है. ये फूल कभी बासी नहीं होते, हमेशा रखते रहते हैं. അപ്പം നമ്മളുടെ അഭിപ്രായമാണ്. കവിതയുടെ എന്താണ് കവിത ഇതിൽ ആശയമാണ് നമ്മൾ അറിയുന്നത്. കവിനെ ബാസാറിനെ പ്ലാസ്റ്റിക് ഉദ്യാൻ ദേക്ക, കവി അങ്ങാടിയിൽ പ്ലാസ്റ്റിക് പൂക്കളുടെ ഉദ്യാനം കണ്ടു. ബൗദ്ധി ആകർഷകത, അത് വളരെ ആകർഷകമായിരുന്നു. മിട്ടി, മണ്ണ്, ഖാദ്, വളം, പാനി, വെള്ളം, രഖ്വാലി, സംരക്ഷണം, മൗസം, കാലാവസ്ഥ, ഇൻ സബ് കെ ബിനാഹി, ഇത് മുഴുവനും കൂടാതെ ഉദ്യാൻ ബൻത്തെ, ഒരു ഉദ്യാനം നിർമ്മിച്ചിരിക്കുന്നു. ഏ ഫൂൽ കബി ബാസി നീയോത്ത, ഈ പൂക്കളാണെങ്കിൽ ഒരിക്കലും ഈ പൂക്കൾക്ക് സുഗന്ധവും ഉണ്ടാവുന്നില്ല. ഹമേശ ദഹത്തെ, സുഗന്ധമില്ലെങ്കിലും അത് എപ്പോഴും തിളങ്ങി നിൽക്കുന്നു. ഹമേശ അല്ല, ഇപ്പോഴും ദഹത്തെ തിളങ്ങി നിൽക്കുന്നു. യഹാം പ്ലാസ്റ്റിക് കെ ഫൂലോം കി ശോഭ വർണ്ണിത്, ഇവിടെ പ്ലാസ്റ്റിക് പൂക്കളുടെ ശോഭ, സൗന്ദര്യമാണ് വർണ്ണിത് ഹേ, കവി വർണ്ണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൂചന. നിമ്നലിഖിത കവിതാംശ പഠിക്കുക, ഉസ്കെ നീചെ ദിയ പ്രശ്നം കെ ഉത്തർ ലിഖിए. താഴെ കൊടുത്ത കവിതയുടെ ഭാഗം വായിച്ചിട്ട് അതിന്റെ താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക. അപ്പൊ നമുക്ക് ലൈൻ ഒന്ന് വായിച്ചു നോക്കാം. മേ ഇനെ ദേർ തക് ദേഖ്താ രഹാ, फिर आंखों में उधर आ गया, छुपते हुए से अपने आंगन के खिलते मुरझाते फूल. എന്താ പറഞ്ഞ നോക്കാം. മേമിനെയും ദേർത്തക്ക് ദേക്തരഹ, കവി പറയണ ഞാൻ ഇതിനെ കുറേ സമയം നോക്കി നിന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ആങ്കോമെ ഉത്തരകയ, കണ്ണിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. ചുബ്തേ ഹുയേസെ, തുളച്ചു കയറിയത് കൊണ്ട്, ഇതിന്റെ സൗന്ദര്യം ചുബുത്തേ ഹുയേസെ, തുളച്ചു കയറിയത് കൊണ്ട്. അപ്പനെ ആങ്കൻക്ക് കിൽത്തെ മുർജാത്തെ ഫൂൽ, തന്റെ മുറ്റത്തുള്ള വിരിഞ്ഞു നിൽക്കുന്ന ആ മുർച്ചായെ, കിൽത്തെ വിരിഞ്ഞു നിൽക്കുന്ന മുർച്ചായെ, വാടിയതായിട്ടുള്ള ആ പൂക്കളൊക്കെ എൻ്റെ കണ്ണിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. ഇതാണ് വരികൾ. ഇതനുസരിച്ച് നമ്മൾ താഴെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ പങ്ക്തിയോം കെ കവി ഹേ, ഈ വരികളുടെ കവി ആരാകുന്നു? നാഗാർജുൻ, രാംദർശ് മിശ്ര, മുക്തിബോധ്. ആരാകുന്നു? ഉത്തരം രാംദർശ് മിശ്രാണ് ഈ കവിതയുടെ വരികൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2, അപ്പനെ ആംഗൻ കെ കിൽത്തെ മുർജാത്തെ ഫുൽ കവിക്ക് ആംഗോം സെ ക്യാ ഉദരാകയ, എന്തുകൊണ്ടാണ് മുറ്റത്തുള്ള വിരിഞ്ഞ വാടിയ പൂക്കളെയൊക്കെ കവി കണ്ണിൽ നിന്ന് മായ്ച്ചു കളഞ്ഞത് എന്നാണ് ക്വസ്റ്റ്യൻ. उत्तर नौका। कवि ने बाजार में प्लास्टिक के फूलों का उद्यान देखा। ये फूल कभी बासी नहीं होते, हमेशा देखते रहते हैं। ये देखकर कवि को ऐसा अनुभव हुआ। എന്താ പറയുന്നത്? കവിനെ ബാസാർ പ്ലാസ്റ്റിക് കെ ഫൂലോം ക ഉദ്യാൻ ദേക്ക. കവി അങ്ങാടിയിൽ പ്ലാസ്റ്റിക് പൂക്കളുടെ ഉദ്യാനം കണ്ടു. ഏ ഫൂൽ കബി ബാസിനെയോ, ഈ പൂക്കൾക്ക് ഒരിക്കലും സുഗന്ധമില്ലെങ്കിലും ഹമേഷ ദക്തേ എപ്പോഴും അത് മിന്നി തിളങ്ങി നിൽക്കുന്നു. ദേക്കർ ഇത് കണ്ടിട്ട് കവിക്ക് ഐസ അനുഭവ, കവിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 3. കവിതാംശ ആശയിലേക്ക് കവിതയുടെ ആശയം എഴുതുക. പ്രസ്തുത കവിതാംശ ഫൂൽ കവിതാക്കാഹെ. പ്രസ്തുത കവിതാംശ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള കവിതയുടെ ഭാഗം ഫൂൽ എന്ന കവിതയുടേതാകുന്നു. ഇസ്കെ കവി ഡോക്ടർ രാംദർശ് മിശ്ര ഹെ. ഇത് എഴുതിയ കവി രാംദർശ് മിശ്ര ആകുന്നു. കവിനെ ബാസാറിനെ പ്ലാസ്റ്റിക് ഉദ്യാൻ ദേക്ക. ബാസാർമേ എന്നാട്ടോ. വഹ് बहुत ही आकर्षक था। मिट्टी, खाद, पानी, रखवाली, मौसम, इन सब के बिना ही उद्यान बनते हैं। इन्हें देर तक देखते रहने के बाद कवि ने अपने आंगन के खिलते मुरझाते फूलों को तोड़ देना चाहते.
കവിനെ ബാസാറിനെ പ്ലാസ്റ്റിക് ഉദ്യാനം ദേക്ക. കവി ബാസാർമേം എന്നാട്ടോ, ബാസാർമേ അങ്ങാടിയിൽ പ്ലാസ്റ്റിക് പൂക്കളുടെ ഉദ്യാനം കണ്ടു. ബൗത്ത് ഹി ആകർഷകത, അത് ഭയങ്കര ആകർഷകമായിരുന്നു. മിട്ടി മണ്ണ്, ഖാദ് വളം, പാനി വെള്ളം, രക്കുവാരി സംരക്ഷണം, മൗസം കാലാവസ്ഥ, ഇൻ സബുക്കെ പിന്നെ ഇതൊന്നും കൂടാതെ ഉദ്യാനം നിർമ്മിച്ചിരിക്കുന്നു. ഇനെ ദേർത്തക്ക് ദേക്തരേനേക്കോ, ഇത് കുറേ സമയം നോക്കിയതിന് ശേഷം ശേഷം കവി തൻ്റെ അപ്പനെ തൻ്റെ ആംഗൻകെ മുറ്റത്തെ കിൽത്തെ മുർജാത്തെ വിരിഞ്ഞും വാടിയും നിൽക്കുന്ന ഫൂലോംകോ തോട് തേനാച്ചാത്ത പൊട്ടിച്ചു കളയാൻ ആഗ്രഹിച്ചു, പിഴുതെറിയാൻ ആഗ്രഹിച്ചു. ഇതാണ് യഹാം കവിനെ പ്ലാസ്റ്റിക് കെ പ്രതി ആധുനിക യുഗ ലോകവും കി മമത വ്യക്തി കിയേ. യഹാം കവിനെ, ഇവിടെ കവി പ്ലാസ്റ്റിക് കെ പ്രതി പ്ലാസ്റ്റിക്കിനോട് ആധുനിക യുഗ ലോകവും ഇന്നത്തെ യുഗത്തിലെ ആളുകളുടെ സ്നേഹമാണ്, മമത സ്നേഹമാണ് വ്യക്തിക്ക്. ഇന്ന് പ്ലാസ്റ്റിക്കിനുള്ള സ്നേഹമാണ് ഇവിടെ, ഇന്നത്തെ യുഗത്തിൽ പ്ലാസ്റ്റിക്കിനുള്ള സ്നേഹമാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സൂചന. നിമ്നലിഖിത് കവിതാംശ പഠിക്കുക. ഉസ്കെ നീചെ ദിയെ പ്രശ്നം കി ഉത്തർ ലിഖിए. താഴെ കൊടുത്ത കവിത വായിച്ചിട്ടതിന്റെ ഉത്തരം എഴുതണം. ഹവാഓനെ കഹ അമേ ഗന്ധ് ചാഹിയെ മേൻ ചുപ്പ് രഹാ. മധുമക്ഖിയോനെ കഹ അമേ രസ് ചാഹിയെ മേൻ ചുപ്പ് രഹാ. തിത്ലിയോനെ കഹ അമേ കോമൽ സ്പർശ ചാഹിയെ മേൻ ചുപ്പ് രഹാ. മാംനെ കഹ മുझे പൂജാ के लिए फूल चाहिए मैं चुप रहा. പത്നി ने कहा मुझे बेणी के लिए फूल चाहिए. എന്താ പറഞ്ഞു നോക്കാം. ഹവാഓനെ കഹ, കാറ്റ് പറഞ്ഞു, മേ ഗന്ധ് ചാഹിയെ, ഞങ്ങൾക്ക് ഗന്ധം ആവശ്യമുണ്ട്, സുഗന്ധം ആവശ്യമുണ്ട്. മേൻ ചുപ്പരഹ, ഞാൻ മിണ്ടാതിരുന്നു. മധുമക്ഖിയോനെ കഹ, തേനീച്ച പറഞ്ഞു, അമേ രസിച്ചായിയെ, ഞങ്ങൾക്ക് തേൻ ആവശ്യമുണ്ട്. അത് കേട്ടിട്ടും മേൻ ചുപ്പരഹ, ഞാൻ മിണ്ടാതിരുന്നു. തിത്തിരിയോനെ കഹ, ശലഭം ചിത്രശലഭം പൂമ്പാറ്റ പറഞ്ഞു, അമേ കോമൾ സ്പർശിച്ചായിയെ, ഞങ്ങൾക്ക് കോമളമായ സ്പർശം ആവശ്യമുണ്ട്. മേൻ ചുപ്പരഹ, ഞാൻ മിണ്ടാതിരുന്നു. മാംനെ കഹ, അമ്മ പറഞ്ഞു, മുझे പൂജാക്കിലെ ഫൂൽ ചാഹിയെ, എനിക്ക് പൂജയ്ക്ക് വേണ്ടിയിട്ടും പൂവ് ആവശ്യമുണ്ട്. മേൻ ചുപ്പരഹ, ഞാൻ മിണ്ടാതിരുന്നു. പത്നിനെ കഹ, എൻ്റെ ഭാര്യ പറഞ്ഞു, മുझे വേണിക്കലെ ഫൂൽ, എൻ്റെ മുടിയിൽ ചൂടാൻ എനിക്ക് പൂവ് വേണം. അതുവരെയാണ് നമുക്ക്. ഇതനുസരിച്ച് താഴെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണം. ബാലോം കി ചോട്ടി, ഇസ്ക സമാനാർത്ഥ് ഏക് ശബ്ദ് ഹെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശബ്ദമുണ്ട്. ഗന്ധ് രസ് വേണി. വേണി എന്നാണ് ഇതുമായിട്ട്, മുടിയിൽ ചൂടുന്ന, മുടിയിൽ പിൻ ചെയ്യുന്ന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേണി എന്നാണ്. കോൻ ക്യാ ചാഹത്ത, 2 ക്വസ്റ്റ്യൻ നമ്പർ 2. കോൻ ക്യാ ചാഹത്ത ഹെ താലികാമേ ഭരി. ആരൊക്കെ എന്തൊക്കെ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ വിട്ട ഭാഗത്ത് പൂരിപ്പിക്കണം. കോൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ക്യാ ചാഹത്ത ഹെ, എന്താണ് ആഗ്രഹിക്കുന്നത്. കോൻ എന്ന ആര്, ഇവിടെ ആര് എന്നതിൻ്റെ ഉത്തരാണ് ഹവ, തിത്തലി, മാം, പത്നി. ഇവിടെ ഹവ കാറ്റ്, തിത്തലി പൂമ്പാറ്റ, മാം അമ്മ, പത്നി ഭാര്യ. ഇതാണ് കോൻ, ആര് എന്നതിൻ്റെ നേരെയുള്ളത്. ക്യാ ചാഹത്താഹെ, ഇവരൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ബോക്സിൽ ക്യാ ചാഹത്താഹെ, എന്താണ് ആഗ്രഹിക്കുന്നത്, അവിടെ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ ഉത്തരം നോക്കാം. താലികാക്കി പൂർത്തി ഇവിടെ ചെയ്തിട്ടുണ്ട്. താലിക പൂർത്തിയാക്കിയിട്ടുണ്ട്. കോൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓക്കെ, കോൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ നോക്കാം. ഹവ കാറ്റ്. ക്യാ ചാഹത്താ ഹെ, കാറ്റ് എന്താണ് ആഗ്രഹിക്കുന്നത്, അവിടെ താഴെ എഴുതേണ്ടത് അതാണ്. ഗന്ധ്, കാറ്റ് ഗന്ധമാണ്, സുഗന്ധമാണ് ആഗ്രഹിച്ചത്. തിത്തലി ചിത്രശലഭം, അതായത് പൂമ്പാറ്റ എന്താണ് ആഗ്രഹിച്ചത്. ക്യാ ചാഹത്താ ഹെ, കോമൾ സ്പർശ ചാഹത്താ ഹെ, കോമൾ സ്പർശമാണ് ആഗ്രഹിച്ചത്. മാം അമ്മ, പൂജാക്കെ ഫൂൽ, പൂജയ്ക്ക് വേണ്ടി പൂവാണ് ആഗ്രഹിച്ചത്. പത്നി ആഗ്രഹിച്ചത് എന്താണ്. പത്നി ക്യാ ചാഹത്തെ ഹെ, പത്നി എന്താണ് ആഗ്രഹിച്ചത്. വേണിക്കെ ഫൂൽ, മുടിയിൽ ചൂടാൻ പൂവ് ആഗ്രഹിച്ചു. ഓക്കെ, ഇനി അടുത്തത് കവിതാംശ കാശിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 3. കവിതയുടെ ആശയം എഴുതുക. പ്രസ്തുത കവിതാംശ ഫൂൽ കവിത കാ ഹെ, ഇസ്കെ കവി ഡോക്ടർ രാംദർശ് മിശ്ര ഹെ. പ്രസ്തുത കവിതാംശ്, ഈ പറഞ്ഞ കവിത എന്താണ്, ഫൂൽ എന്ന കവിതയുടെയാണ്. ഇസ്കെ കവി ഡോക്ടർ രാംദർശ് ഹെ, ഇതിന്റെ കവി ഡോക്ടർ രാംദർശൻ മിശ്രാണ്. കവിനി ഗർമേ പ്ലാസ്റ്റിക് ഉദ്യാൻ ലഗായ. കവി എന്താണ്, വീട്ടിൽ പ്ലാസ്റ്റിക്കിന്റെ ഉദ്യാനം നിർമ്മിച്ചു. ഇസ്സേ, ഇതുകൊണ്ട് ഹവ, മധുമക്ഖിയാം, തിത്തലിയാം, മാം, പത്നി സബ് നിരാശയെ. അതുകൊണ്ട് തന്നെ ഹവ കാറ്റ്, മധുമക്ഖിയാം തേനീച്ച, തിത്തലി ശലഭം, മാം അമ്മ, പത്നി ഭാര്യ സബ് നിരാശ, എല്ലാവരും നിരാശരായി. ഹവാനെ ഗന്ധ്, കാറ്റ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്, സുഗന്ധം കിട്ടാൻ വേണ്ടി. മധുമക്ഖിയോൻ രസ്, മധുമക്ഖി തേനീച്ച തേൻ ആഗ്രഹിച്ചു. തിത്തലിയോനെ കോമൾ സ്പർശ്, പൂമ്പാറ്റ കോമള സ്പർശം ആഗ്രഹിച്ചു. മാംനെ പൂജാക്കെ ഫൂൽ, അമ്മ പൂജയുടെ ഫൂൽ, പൂജയ്ക്ക് വേണ്ടിയുള്ള പൂവ്.
പത്നി ने वेणी के फूल मांगे പത്നി വേണിയിൽ മുടിയിൽ ചൂടാൻ പൂവ് ആവശ്യപ്പെട്ടു മാങ്കിന ആവശ്യപ്പെട്ടു മാങ്കി ആവശ്യപ്പെട്ടു പർ കവി ഏതിനെയും സക പറയെങ്കിൽ കവി ഏതേനൈസ ഇതൊന്നും കവിക്ക് നൽകാൻ കഴിഞ്ഞില്ല ഓയ് ചുപ്രഹ ആ കവി അവൻ ഉണ്ടാതിരുന്നു കവി അപ്പന കർമ്മപ്പ നിരാശോനിലെത്തി കവി തൻ്റെ കർമ്മത്തിൽ തൻ്റെ പ്രവൃത്തിയിൽ നിരാശപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ പഠിച്ചു. ഇനി ഇത് പാർട്ട് 2 ആണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 1 ആണ് പഠിച്ചത്. ഇപ്പോൾ നമ്മൾ പാർട്ട് 2 പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പാർട്ട് 3യുമായിട്ട് വരാം. താങ്ക് യു. എല്ലാവരും ക്ലാസ് ഉപകാരപ്പെടുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.